ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു റിമോട്ട് റിപ്പയറിംഗ് ആണ്. എൻ്റെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ട്. അത് ഈ ബാക്കി കാണുന്ന സിസ്റ്റം തന്നെയാണ്. അത് കംപ്ലൈൻ്റ് ആയി, ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. അങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെ ശരിയാക്കുന്നതാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഗായ്സ് എൻ്റെ ഹൈഫൈ സിസ്റ്റം. ഇതിൻ്റെ മെയിൻ യൂണിറ്റും ഒരു സബ് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക്. ബാക്കി സാധനം താഴെ ഇരിപ്പുണ്ട്. എന്തായാലും ഈ സാധനമുള്ളൂ അടിപൊളി സാധനം. ഞാൻ മേടിച്ചതിൽ ഏറ്റവും മികച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് മുന്നത്തെക്കാളും എല്ലാം മികച്ച ഒരു സാധനം എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതിനെ തോൽപ്പിക്കാൻ വേറൊരു സംഭവം ഇറങ്ങിയിട്ടില്ല. കാരണം 2 സബ് 4 ഊഫറും വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് സാധനമാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കണ്ടോ, ഇത് 2200 വാട്ട്സ് ആണ് സാധനം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതിപ്പോൾ വർക്കാവുന്നില്ല. ഇത് കണ്ടോ, ഒന്നും എടുക്കുന്നില്ല. പവർ ഓണോ ഒന്നും ആവുന്നില്ല. വെറുതെ ഇരുന്ന് തണുത്ത് പോയി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല. അഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ബാറ്ററിയൊക്കെ ഞാൻ മാറ്റിയിട്ട് നോക്കിയാണ്, ഒരു രക്ഷയില്ല. ഇതുകൊണ്ടോ, ഇങ്ങനെ വട്ടം തെളിഞ്ഞ് നിൽക്കുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല. ചുമ്മാ ഞങ്ങൾ ഞെക്കിയാൽ പോലും ഉണ്ടോ, വർക്കാവുന്നില്ല. ഇങ്ങനെ വട്ടം തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇത് ബ്ലിങ്ക് ആവുന്ന പോലില്ല. എന്തായാലും നമുക്ക് ബാറ്ററി മാറ്റിയിട്ട് കാണിക്കാം. ഏത് ബാറ്ററി ഇട്ടായിട്ടും കാര്യമില്ല. ഇതുകൊണ്ടോ, വർക്കാവുന്നേ ഇല്ല. ഇങ്ങനെ വട്ടം തെളിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ഒന്ന് അഴിച്ച് നോക്കാം. അഴിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അങ്ങനെ പെട്ടെന്ന് അഴിയുന്ന കൂട്ടത്തിലല്ല. ഇതേപ്പറ്റി കഴിഞ്ഞു പോന്നിട്ടുണ്ട്. ഇതാണ് സാധനം കുത്തി പൊട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പാടുപെടണേ. ഇതിൻ്റെ ഏത് സാധനം പോയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ആദ്യം ബാറ്ററി വീഴണം. ഇതാണ് രക്ഷയില്ല. ഇല്ലേ പൊടിഞ്ഞ് കയ്യിൽ തിന്നണത്. അപ്പോൾ ഈ സാധനം ഉണ്ടല്ലോ, എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം വർക്കാവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഈ സോൾഡിങ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിസ്സാര കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ശരിയാവും. ജസ്റ്റ് ഒന്നിങ്ങനെ മുപ്പിച്ച് കൊടുത്താൽ എല്ലാ സ്ഥലത്തും ഒന്ന് പോസിറ്റീവ് നെഗറ്റീവും എവിടെ കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പഠിക്കണമെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകേണ്ടി വന്നാനേ. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ തട്ടിക്കൂട്ടി ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുഴപ്പം എവിടെയാന്ന് നമുക്ക് നോക്കാം. ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ LED തെളിയുന്ന ഇവിടെയാണ് എന്തെങ്കിലും കുഴപ്പമൊന്ന് നോക്കേണ്ടതുണ്ട്. ചില കേസിൽ എന്താ പറ്റണ അറിയാമോ, ഈ സാധനം വെറുതെ ഇരുന്ന് തണുത്ത് പോണേയിരിക്കും.
അപ്പോൾ എൻ്റെ IC ഒക്കെ തണുത്തു പോകും. എൻ്റെയൊക്കെ ആയിരിക്കണം റിമോട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളുടെ വീട്ടിൽ റിമോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ നോക്കുക. TV-യുടെ ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കും നമുക്കറിയാം, പക്ഷേ അല്ലാത്ത ഇങ്ങനെ ഹോം തിയേറ്ററോ അതിൻ്റെയൊക്കെ റിമോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇവിടെ ഈ പാട് കണ്ടോ? അതെന്ത് വെള്ളം ചാടിയാണോ എന്ന് ഡൗട്ടുണ്ട്. അങ്ങനെയാണ് ഈ റിമോട്ട് കംപ്ലൈൻ്റ് ആയെന്ന് തോന്നുന്നു. കണ്ടോ ഇതിൻ്റെ കോലം കണ്ടോ? ഇത് ശരിയാവുമെന്ന് ആർക്കറിയാം. നോക്കട്ടെ എന്തായാലും തിരിച്ചു കയറ്റിയിട്ട് നോക്കാം. കയറ്റാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. അത്രയും കേസുള്ളൂ. അപ്പോൾ ഈ സാധനം കയറ്റിയിട്ടുണ്ട്. ഈ ബാക്കിൽ കൂടെ സെറ്റ് ചെയ്യാം. ഇത് അടയ്ക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. തയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ പാട്. ഇപ്പം സെറ്റായിട്ടുണ്ട്. എനിക്ക് ബാറ്ററി ഇടാം. ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഗൈസ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിൻ്റെ എല്ലാ ഇഷ്യൂസും മാറിയിട്ടില്ല, കാരണം എന്തോ കുഴപ്പമുണ്ട് ഇപ്പോഴും. പക്ഷേ നമുക്കിപ്പോൾ റിമോട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലായിട്ടുണ്ട്, കാരണം അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ സാധനം തിരിച്ച് പഴയതിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോയെന്ന്. വർക്ക് ആവുന്നുണ്ടറിയാൻ വേണ്ടി എൻ്റെ ഹൈഫൈ സിസ്റ്റം ഓൺ ആക്കണം. എന്നിട്ട് അതിനകത്ത് നമുക്ക് എല്ലാ ബട്ടൺ ഞെക്കി നോക്കാം വർക്ക് ആവുന്നുണ്ടോ അറിയാനായിട്ട്. ഓക്കെ, നേരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് അങ്ങനെ റിമോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്ത് നോക്കാം. എന്തായാലും ഇതുണ്ടോ, വെട്ട എപ്പോഴും തെളിഞ്ഞ് നിൽപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയ വിശ്വാസമുണ്ട് വർക്കാവാൻ തോന്നുന്നു. ആദ്യം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇനി നമുക്കിത് ഇനി വർക്കാവും നോക്കാം. എന്തായാലും നേരെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വർക്കാവുന്നുണ്ട്. അതേ വോളിയം കൂടുന്നുണ്ട്. അപ്പോൾ തട്ടിക്കൂടി സാധനം ശരിയാക്കിയിട്ടുണ്ട്. അടിപൊളി, നമുക്കും അറിയാൻ പണി. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ മതി. ചുമ്മാ സോൾഡറിങ് വെച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ വർക്കാവും. ഇല്ലെങ്കിൽ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ പുതിയത് മേടിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ ആഴ്ച ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ വർക്കാവും, ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം മേടിക്കുക. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിച്ച് വെള്ളം കളയുക. ഇപ്പോൾ ഇത് വർക്കാവുന്നുണ്ട്. ഉണ്ടോ ബ്ലൂടൂത്ത്, FM, അതെ TV, ഗെയിം, അപ്പോൾ ഇതെല്ലാം വർക്കാവുന്നുണ്ട്. സക്സസ്. അപ്പോൾ എൻ്റെ മിഷൻ സക്സസ് ആയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.